ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു പുതിയ രാജ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്തോനേഷ്യയിൽ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബാലിയിലെ ഡെൻപാസർ ഇന്റർനാഷണൽ വിമാനത്താവളത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നേരെ നമ്മൾ പോകുന്നത് എവിടേക്കാണെന്ന് അറിയാവോ? ഉബുദിലേക്ക്. ഉബുദിൽ നമ്മളെ കാത്തിരുന്നത് കുറച്ച് കട്ട് ഫ്രൂട്ട്സും നല്ല ഫ്രഷ് ആയിട്ടുള്ള കട്ട് ഫ്രൂട്ട്സും ഒരു ജ്യൂസും ഒക്കെ ആയിരുന്നു. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ യാത്ര ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുമെങ്കിലും ചില സമയത്ത് നമ്മുടെ മൈൻഡിൽ കുറച്ച് ലക്ഷറിയൊക്കെ ആവാം എന്നൊക്കെ ഒരു വിചാരം വരും. അങ്ങനെ ബുക്ക് ചെയ്ത ഒരു റിസോർട്ടാണിത്. ബാലിയിലെ ഉബുദിലുള്ള വാപാദിയുമെ എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. സാമാന്യം റേറ്റിംഗും എക്സ്പെൻസീവുമായിട്ടുള്ള ഒരു റിസോർട്ടാണ്. ബാലിയിലെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ റൈസ് ടെറസും പാഡി കൾട്ടിവേഷനും ഒക്കെയാണ്. അങ്ങനെ ഒരു പാടത്തിന്റെ സൈഡിലായിട്ടാണ് റിസോർട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ റിസോർട്ടുകാരുടെ തന്നെയാണ് ഈ പാടശേഖരവും കാര്യങ്ങളും ഒക്കെ. ബഗ്ഗിയിലാണ് നമ്മൾ റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. പോകുന്ന വഴിയിൽ രണ്ടു വശത്തും നമുക്ക് പാടങ്ങൾ കാണാൻ പറ്റും. നെൽകൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. നല്ല പച്ചപ്പും ഹരിതാഭയൊക്കെ കണ്ടു പോകാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അങ്ങനെ നമ്മൾ റൂമിലെത്തി. ഒരാൾക്ക് താമസിക്കാൻ ഇത്രയും വലിയ സൗകര്യങ്ങളുടെ ഒന്നും യാതൊരു ആവശ്യവുമില്ല. നിങ്ങളുടെയൊക്കെ മനസ്സിൽ ചിലപ്പോൾ അങ്ങനെ ഒരു ചിന്ത പോയി കാണും. അങ്ങനെയുള്ളവരുടെ അടുത്ത് വേണ്ടി പറയുകയാണ്, ചില സമയത്ത് നമുക്കൊരു ആഗ്രഹം തോന്നുമല്ലോ കുറച്ചൊന്ന് ലക്ഷറി ആവുന്ന. അങ്ങനെയാണ് ഇത് ബുക്ക് ചെയ്തത്. അപ്പോൾ റൂമിൻ്റെ പ്രത്യേകത ഇവിടുത്തെ കംപ്ലീറ്റ് പില്ലോ കവറും സാധനങ്ങളും ഉൾപ്പെടെ എല്ലാം തടിയുടെ ഒരു ടെക്സ്ചറിലും വൈറ്റ് നിറത്തിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതൊക്കെ നമ്മൾ എല്ലാ റിസോർട്ടിലും ഹോട്ടൽസിലും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. ഡ്രിങ്കിങ് വാട്ടറും കോഫിയും ഒക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇവിടുത്തെ ആ ഒരു വിൻഡോസിൻ്റെ ഒക്കെ ആ ഒരു ടെക്സ്ചർ കണ്ടോ, ആ ഒരു കളർ പ്രത്യേക രീതിയിലാണ്. കൂടുതലും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന തരത്തിലാണ് ഈ ഒരു റൂംസ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ടൈൽസ് ഉൾപ്പെടെ ആ ഒരു കളറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ കുളത്തിൽ പോലും കുളിച്ചിട്ടില്ലാത്ത, നീന്തൽ അറിഞ്ഞുകൂടാത്ത ഞാൻ ഇന്നിതാ ഇപ്പോൾ ഇവിടെ ഈ ടാങ്കിലൊക്കെ വെള്ളം നിറച്ചൊക്കെ ഇട്ട് കുളിക്കാൻ പോവാണ്. രാജകീയമായിട്ടുള്ള ഒരു കുളി പാസ്സാക്കണം. പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് സൈഡിൽ അപ്പുറത്ത് അത് കണ്ണാടിയാണ് കേട്ടോ. അവിടെ നമുക്ക് വേണമെങ്കിൽ കർട്ടൻ താഴ്ത്തിയിടാം. അല്ലെങ്കിൽ പണ്ട് കാലത്തൊക്കെ നമ്മൾ കുളിച്ചിട്ടുള്ള പോലെ ഓപ്പൺ എയറിൽ നിന്ന് മട്ടിൽ ആ ഒരു കുളിയൊക്കെ നമുക്ക് പാസ്സാക്കാം. ടോയ്ലറ്റിലും ഇതുപോലുള്ള കുറച്ച് സാധനങ്ങളും ഒക്കെ വച്ചിട്ടുണ്ട്. ടിമോർ യാത്രയൊക്കെ കഴിഞ്ഞ് നമുക്കിനി കുറച്ച് റെസ്റ്റ് എടുത്ത് നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി ബാലി കാഴ്ചകളിലേക്ക് ഇറങ്ങാം.